ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തിരുപ്പതിയിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പോയായിരുന്നു. അപ്പം ട്രെയിനിലൊക്കെ പോകുന്നത് ഇപ്പോൾ കുറവാണ്. ഡ്രൈവ് ചെയ്ത് പോകാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു റോഡ് ട്രിപ്പ് കണ്ടാലോ നമുക്ക്. 700 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തുടർന്ന് കണ്ടോളൂ. അതിരാവിലെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം നമുക്ക് കുറേ ബ്ലോക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ സിഗ്നലൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയായപ്പോഴേക്കും ഇറങ്ങിയതാണ്. അപ്പോൾ സൺറൈസ് തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി പോസ് ചെയ്ത് ആ സൂര്യൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചു. കാരണം ഇത്രയും നന്നായിട്ട് സൺറൈസ് അങ്ങനെ കാണാറില്ല. മഴ പെയ്യുന്നത് കൊണ്ടാണോ എന്തോ അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ സൺറൈസ് കാണുമ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു കളറായിരുന്നു കേട്ടോ സൂര്യൻ്റെ. അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ശിവുവിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പോകുവാണെങ്കിൽ പോലും ആൾ ഉറങ്ങില്ല വണ്ടിയിൽ വെച്ചിട്ട്. കാരണം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഇതുപോലെ തന്നെ റോഡ് ട്രിപ്പ് പോകാറുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഇത് തന്നെയാണ് അവസ്ഥ. കണ്ണൊക്കെ മിഴിച്ച് എത്ര ഉറക്കം വന്നാലും കണ്ണ് തുറന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോഴും ആ ശീലം അതുപോലെ തന്നെയാണ്. വല്ലപ്പോഴും അത്രയും ടയേർഡായെങ്കിൽ മാത്രമേ അവൻ ഉറങ്ങാറുള്ളൂ കാറിൽ കിടന്നിട്ട്. പണ്ട് എനിക്കും ഇതുപോലെ കാറിലൊക്കെ പോകുമ്പോൾ ഉറങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനും അത് എൻജോയ് ചെയ്ത് തുടങ്ങി. അത് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടിയിട്ടായിരിക്കാം. അപ്പം ഞങ്ങളും ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. റോഡ് ട്രിപ്പിൽ പോകുമ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് ഒന്നെങ്കിൽ ചപ്പാത്തിയോ അതിൻ്റെ അകത്ത് ജാം പുരട്ടിയോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറൊക്കെ പുരട്ടിയിട്ട് എടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാവിലെ മാക്സിമം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ലാവിഷായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് ടൈമൊക്കെ ഷോർട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പിന്നെയും പോകേണ്ടി വരും. അപ്പോൾ ഓടിക്കുന്ന ആൾ ടയേർഡ് ആവണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും ഇതുപോലെ വിൻഡ് മില്ലിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇത് എപ്പോഴും തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണിത്. വിൻഡ് മില്ലിൻ്റെ ആ ഒരു ലീഫൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇടും. ഇവർക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 3 ലോറി ഒരുമിച്ച് കെട്ടിയിട്ട അത്രയും വലിപ്പമുണ്ട് ഈ ഒരു ലീഫിന്. ഇതിന് വെയിറ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലെങ്ത്ത് ഉണ്ട്. അപ്പം സാധാരണ ലോറി പോകുന്ന പോലെ അവർക്ക് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതുപോലെ റോഡിൽ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയൊക്കെ കൂടുതൽ വാഹനങ്ങളില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഇവരെ കടത്തി വിടുക. പ്രത്യേകിച്ച് തോപ്പൂർ ഘട്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു റോഡുണ്ട് തിരുപ്പതിക്ക് പോകുന്ന വഴിക്ക്. ആ ഒരു സ്ഥലം കടന്നു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് ഇവർക്ക്. അതുകൊണ്ടാണ് ഇതുപോലെ ലോറി ഇട്ടിരിക്കുന്നത്. അത് ഇവർ മാത്രമല്ല, ആ ഒരു തോപ്പൂർ ഘട്ടിൽ എത്തിക്കഴിയുമ്പോഴേക്കും എല്ലാ ലോറികളും തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു തോപ്പൂർ ഘട്ടിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കോക്കനട്ട് ബിസ്ക്കറ്റ് തമിഴ്നാട്ടിലൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ്. നട്ട്സൊക്കെ ഉണ്ട്, കൊള്ളാം. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ഒരു 5 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ചല ചെയ്യ 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 ആ ഒരു പാട്ടാണ്. ആ ഒരു പാട്ടിലെ പോലെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് അപ്പോഴേക്കും ഇങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്തതെന്നൊക്കെയാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. അതൊക്കെയാണ് ഈ ഒരു റോഡ് ട്രിപ്പിലുള്ള അനുഭവങ്ങൾ കേട്ടോ. ഇതുപോലത്തെ കുറച്ച് മൊമെൻറ്റ്സ് നമുക്കുണ്ടാവും, എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റിയത്. വീണ്ടും കുറച്ച് മുമ്പിലേക്ക് പോയപ്പോൾ ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഇതിൻ്റെ അകത്ത് മുഴുവൻ മാമ്പഴമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ചിറ്റൂർ. അപ്പോൾ ചിറ്റൂർ മാമ്പഴം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഈ ഒരു മാമ്പഴമാണ് ഈ
വണ്ടികളിൽ മുഴുവൻ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലായില്ല. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ആ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു മാമ്പഴം ഓരോ കർഷകർ കൊണ്ടുവന്നിട്ട് ഇവിടെ ലൈൻ ചെയ്തിടുന്നത്. ഈ ഒരു ഫാക്ടറിയിൽ നിന്നായിരിക്കും മിക്കവാറും പാക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒക്കെ ഇങ്ങനത്തെ മാമ്പഴങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്നത് കണ്ടത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രസ് വേ വന്നു കഴിയുമ്പോഴേക്കും ചെന്നൈ ടു ബാംഗ്ലൂരുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ടൈം അധികം ലാഭിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഏതാണ്ട് ഒരു 2.5 മണിക്കൂറൊക്കെ ഇതിൻ്റെ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പണി നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു റൂട്ട് നമ്മുടെ മേളിൽ കൂടി കാണുന്നത്. ഈ ഒരു തിരുപ്പതി ഭാഗത്തേക്ക് കൂടുതൽ മഴ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ജൂലൈ അവസാനം തൊട്ട് ഓഗസ്റ്റ് വരെയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ജൂലൈ ആദ്യം ഒക്കെ നമ്മൾ പോകുമ്പോഴേക്കും ഉള്ള വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ഹൈവേ കൂടി പോകുമ്പോഴേക്കും അതിൻ്റെ ഡിവൈഡറിൻ്റെ നടുക്കൂടി ഒരുപാട് പൂക്കളുള്ള ചെടികൾ ഇവർ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെടിയിൽ നിന്ന് ഇങ്ങനെ പൂമ്പാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കും. പക്ഷെ നമ്മുടെ വാഹനം ഇതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ പോകുമ്പോഴേക്കും ഈ പൂമ്പാറ്റകൾ മിക്കവാറും വന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് അടിച്ചിട്ട് അവർ ചത്തുപോകും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഈ ഒരു ടൈമിൽ തിരുപ്പതിയിൽ പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേ ടൈമിലായിരുന്നു പോയത്. കാരണം ഈ ഒരു സമയത്താണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തിരുപ്പതിയിലേക്ക് പോയത്. അപ്പോൾ മാക്സിമം ഇതേ ഒരു ടൈമിൽ എല്ലാ വർഷവും പറ്റുമ്പോഴൊക്കെ പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോഴേക്കും ഈ ഒരു കവാടം കണ്ടു. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി തിരുപ്പതിയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ കണ്ട വേറൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു രഥം ബസ്സാണ്. ഈ ഒരു ബസ് ശരിക്കും പറഞ്ഞാൽ തിരുപ്പതിയിൽ, അതായത് മേളിൽ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഫ്രീ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. ഇത് താഴെ സർവീസ് നടത്തുന്നതിന് ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരുപ്പതി എന്ന് പറയുന്ന താഴെയുള്ള ടൗണും തിരുമലയാണ് മേളിൽ. തിരുമലയിലാണ് ശരിക്കും അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് തിരുപ്പതി അമ്പലം എന്നുള്ളതാണ്. തിരുപ്പതിയിലാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അതായത് താഴെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നിന്ന് 1 മണിക്കൂർ വീണ്ടും ട്രാവൽ ചെയ്താലേ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തുള്ളൂ. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഭവൻസ് വിദ്യാഭവൻ തിരുപ്പതി. ശിവവും ഭവൻസിലാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കൗതുകം തോന്നിയിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത പാർട്ടിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.